എല്ലാ കൂട്ടുകാർക്കും ട്രാൻസിസ്റ്റർ റേഡിയോ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ആംപ്ലിഫയർ സ്റ്റേജ് വരെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചു. അതിന് കണക്ഷൻ കൊടുക്കുന്ന രീതിയും മനസ്സിലാക്കി. നമ്മൾ എവിടം വരെയാണ് കൊടുത്തതെന്ന് നോക്കാം. ഈ വോളിയം കൺട്രോളിൻ്റെ ഈ അറ്റത്ത് പിന്നെ എർത്തായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. എർത്തിലോട്ടാണ് കൊടുത്തേക്കുന്നത്, കണക്ട് ചെയ്തേക്കുന്നത്. പിന്നീട് നടുക്കത്തെ പിന്നാണ് എൻ്റെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ അറ്റത്തെ പിന്നാണ് നമുക്ക് ഡിറ്റക്ടർ സ്റ്റേജിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ സിമ്പിൾ വെച്ച് എങ്ങനെ കൊടുത്തേക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഈ അറ്റത്തെ പിന്ന് എർത്ത്, നടുക്കലത്തെ പിന്ന് നമ്മൾ ഇൻപുട്ട് ആംപ്ലിഫയർ സ്റ്റേജിൻ്റെ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുത്തേക്കുന്നു. പിന്നെ അതായത് മൂന്നാമത്തെ പിന്ന് നമ്മൾ ഇതിലോട്ടും കൊടുത്തേക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഡയോഡ് ഇപ്പം മിക്കവാറും റേഡിയോ ബോർഡിനകത്തൊന്നും ഇത് കൃത്യമായിട്ട് എഴുതി കാണത്തില്ല. അപ്പോൾ നമുക്ക് കണക്ഷൻ വിട്ടു പോകണമെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഡയോഡിന് ശേഷം ഒരു RC നെറ്റ്വർക്ക്, RC എന്ന് വെച്ചാൽ റെസിസ്റ്റർ കപ്പാസിറ്റർ വെച്ചിട്ടുള്ള നെറ്റ്വർക്കാണ്. അത് ഇതിനകത്തുനിന്നുള്ള ഹൈ ഫ്രീക്വൻസി എല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്താ പറയുക, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഈ ഡയോഡിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നലിൽ നിന്നും ഓഡിയോ വേർതിരിച്ചെടുക്കാനായിട്ട് ഈ സർക്യൂട്ട് ഉപയോഗിക്കും. അതായത് ഈ ഒരു കപ്പാസിറ്റർ, ഈ റെസിസ്റ്റർ, ഈ ഒരു കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ നെഗറ്റീവിലോട്ടാണ് പോയേക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഈ ഡയോഡിന് ശേഷം ഒരു 1K റെസിസ്റ്ററാണ്. ചിലതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരാം. ചിലതിനകത്ത് മാത്രം ഒരു വാല്യൂ ചെറുതായിട്ട് 2Kയോ അങ്ങനെ വരത്തുള്ളൂ. അതിനുശേഷം ഒരു 103.01 UF ആണ്. അത് 103 നമ്മൾ നെഗറ്റീവിലോട്ട് എർത്തിരിക്കും. അതുപോലെ ഇത് തമ്മിൽ ജോയിൻ്റ് ആകുന്ന സ്ഥലത്തു നിന്ന് ഒരു എർത്ത് ചെയ്തിരിക്കും. അപ്പോൾ ആ പോയിന്റിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വരയിട്ടേക്കുന്നത് പറ്റിയാണ്. കറുപ്പിച്ചേക്കുന്ന വശം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഈ കണക്ഷൻ എവിടെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഡയോഡ് ഈ വശത്താണ് വെച്ച് സോൾഡർ ചെയ്തേക്കുന്നത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഡയോഡ് പോയിട്ട് അവർ മാറ്റി പിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 1K റെസിസ്റ്റർ ഉണ്ട്. ഇത് 1K റെസിസ്റ്ററാണ്. അപ്പോൾ ഈ ഡയോഡുമായിട്ട് ജോയിൻ ചെയ്തേക്കുന്നത്, ഈ വശമാണ്. അപ്പോൾ അതായത് ഇത് അതിനുശേഷം അതിൻ്റെ ഈ റെസിസ്റ്ററിൻ്റെ മറുവശം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് വരും. കൊണ്ടോ അവിടെ നിന്നൊരു കപ്പാസിറ്റർ അതിനെ എർത്ത് ചെയ്തേക്കുന്നത് കണ്ടല്ലോ. ഇതിൻ്റെ ഇവിടുന്ന് ഒരു കപ്പാസിറ്റർ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് ഈ ഡയോഡിൽ നിന്ന് ഒരു റെസിസ്റ്റർ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് ഒരു കപ്പാസിറ്റർ കണ്ടല്ലോ ഇട്ടേക്കുന്നു. അപ്പോൾ അവിടെ ആയിട്ടാണ് നമുക്ക് നമ്മുടെ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതായത് ഇവിടെ വരണം. ഓക്കെ, നമ്മുടെ കണക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോളിയം കൺട്രോളിൻ്റെ കണക്ഷനൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കൊടുക്കാനുള്ളത് ഓസിലേറ്റർ സെക്ഷനിൽ നമ്മുടെ ഗ്യാങ് കപ്പാസിറ്ററിലോട്ടുള്ള കണക്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആൻറ്റിന കോയിലും കൊടുക്കണം. അതുപോലെ ഓസിലേറ്റർ കോയിൽ ഇതിനകത്ത് ഇല്ല, നമ്മൾ സെപ്പറേറ്റാണ് കൊടുക്കേണ്ടത്. കണ്ടോ, ഇത് IFT മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കൊടുക്കാം. ആദ്യം നമുക്ക് ഓസിലേറ്റർ കോയിലിൻ്റെ കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഇതാണ് ഓസിലേറ്റർ കോയിൽ. ഇത് പഴയ റേഡിയോയിൽ നിന്ന് ഇളക്കിയെടുത്തതാണ്. റെഡ് കളറായിരിക്കും ഓസിലേറ്റർ കോയിലിന് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് കപ്പാസിറ്റർ കാണത്തില്ല. ഓസിലേറ്റർ കോയിലിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഈ BF 194 ട്രാൻസിസ്റ്ററിൻ്റെ കണക്ഷൻ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് അത് തന്നെ കണക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ IFൻ്റെ ഇതിലോട്ടുള്ള കണക്ഷൻ, അതായത് നമുക്ക് ഈ ഓസിലേറ്ററിലോട്ട് കൊടുക്കണം. ഇതുവഴിയാണ്, അതായത് ഈ കളക്ടറിലോട്ട് കണ്ടോ, ഇത് പോസിറ്റീവ് സപ്ലൈ ആണ്. ഈ പോസിറ്റീവ് സപ്ലൈ ഇങ്ങനെ വന്നു ഇതുവഴി കയറി ഈ കളക്ടറിലോട്ട് കൊടുക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെയാണ് ഡിറ്റക്ടർ സ്റ്റേജ്. അപ്പം തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ BF 194 ഓസിലേറ്റർ ട്രാൻസിസ്റ്റർ. അപ്പം ഇവിടെ തന്നെയാണ് കണക്ഷനൊക്കെ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പം ഈ IFTയുടെ അവിടെ 3 പിന്നായിരിക്കും. ഇവിടെ ഒരു പിന്ന് കണ്ടോ, ഇവിടെ ഒരു പിന്ന്, ഇവിടെ ഒരു പിന്ന്. അപ്പോൾ ഈ സൈഡ് 3 പിന്ന്, ഈ സൈഡ് 2 പിന്ന്, അങ്ങനെ മൊത്തം 5 ആയിരിക്കും.
അപ്പോൾ അതിൻ്റെ ഒരറ്റത്തു നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്, ഫ്രീ ആയിട്ട് കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പം ഈ IFT എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഒന്ന് നോക്കാം നമുക്ക്. കണ്ട ഈ സൈഡിൽ കാണുന്നത് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ? കണ്ട ഇതുമാണ് ഇതിൻ്റെ രണ്ടാമത്തെ പിൻ, അതായത് സെക്കൻഡറി 2 പിന്നുള്ളത്. ഇത് 1, 2, 3, ഇത് 3 പിന്ന് എൻ്റെ പ്രൈമറിയാണ്. ഇത് രണ്ടും അതിൻ്റെ ഷീൽഡ് മെറ്റൽ ക്യാൻ വെച്ച് സോൾഡർ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടത് ഈ കാണുന്ന ഫ്രീ ആയിട്ട് കാണുന്ന അത് എങ്ങോട്ട് കണക്ഷൻ പോയിട്ടില്ല. പിന്നെ ഒരു കണക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒരു കപ്പാസിറ്റർ, ഫിൽറ്ററിങ്ങിന് വേണ്ടി ഒരു കപ്പാസിറ്ററിലോട്ട് മാത്രമാണ് പോയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എടുക്കേണ്ട കണക്ഷൻ. എന്താ ഈ പിന്നിൽ നിന്ന് ഈ പിന്നിൽ നിന്നാണ് നമുക്ക് കണക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ഓസിലേറ്റർ കോയിലിട്ട് കൊടുക്കണം. ഓക്കെ, ഓസിലേറ്റർ കോയിലിൻ്റെ 2 പിന്നിൽ ഒന്നിലോട്ട് ഇതാണ് ഇതിനകത്ത് ഒരു കണക്ഷൻ എടുക്കണം. ഓക്കെ, നമുക്കതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെ മറുവശം നമ്മുടെ ഓസിലേറ്റർ കോയിലോട്ട്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശമൊന്നും വേറൊന്നുമല്ല, നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു PCBയിലോട്ട് ഇത് കണക്ട് ചെയ്തിട്ട് ചെയ്യത്തുള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ നീളം പരമാവധി കുറയ്ക്കണം കേട്ടോ, കുറയ്ക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മറുവശം നമ്മൾ ഇതിലോട്ട് സോൾഡർ ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഈ കണക്ഷനൊക്കെ ഒന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ട്രാൻസിസ്റ്ററിലോട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ അറ്റം നമുക്ക് ട്രാൻസിസ്റ്ററിലോട്ട് കൊടുക്കണം, കളക്ടറിലോട്ട്. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ നമുക്ക് ഏത് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് അറിയത്തില്ല, പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് കളക്ടറൊക്കെ അറിയാനൊക്കെ വലിയ പാടായിരുന്നു. ഇന്നാണെങ്കിൽ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. പക്ഷേ എങ്കിലും സാധാരണപ്പെട്ട ഒരാളെ സംബന്ധിച്ച് വലിയ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു മാർഗ്ഗമുണ്ട്. അതായത് ഈ ഡയോഡ് ഇരിക്കുന്ന വശം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇത് കളക്ടർ എല്ലാം ഇങ്ങോട്ടല്ല, ഇതാണ് കളക്ടർ എന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് ഡയോഡ് ഇരിക്കുന്ന IFT ആണ്. ഇതാണ് നമ്മുടെ കളക്ടർ, ഔട്ട്പുട്ട് വരുന്ന കളക്ടറിലൂടെയാണല്ലോ. അപ്പോൾ ഇതാണ് കളക്ടർ. ഇത് എമീറ്റർ ആണ്, നെഗറ്റീവിലോട്ട് പോകുന്നുണ്ട്. എമീറ്റർ നെഗറ്റീവിലോട്ട് പോകുന്നത് കണ്ടോ, ഇത് ജമ്പറിട്ട് കൊടുത്തേക്കുവാണ്. അപ്പം എമീറ്റർ ഇതിൻ്റെ എമീറ്ററും നേരെ കണ്ടോ. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങേയറ്റത്ത്, അതായത് ഇതിൻ്റെ ഈ കാണുന്ന പിന്നെ നമ്മൾ തെളിച്ചം കുറവായിരിക്കും. അപ്പോൾ ഈ 3 പിന്നിനകത്ത് ഈ അറ്റത്ത് കാണുന്നത് ഈ കാണുന്നത് ബേസ്, നടുക്കത്തത് എമീറ്റർ, പിന്നെ ഈ കാണുന്ന കളക്ടർ. അപ്പം നമ്മുടെ കളക്ടർ സൈഡ് മനസ്സിലാക്കിയത്. അപ്പം ഇതിനകത്ത് കളക്ടർ എവിടെ? ഈ അറ്റത്ത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ കളക്ടർ പിന്നെ എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ. കളക്ടർ പിൻ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിനി അവിടെ നിന്നുള്ള കണക്ഷൻ നോക്കണം. അപ്പോൾ കളക്ടറിൽ നിന്നൊരു ഈ കാണുന്ന റെസിസ്റ്റർ വഴിയാണ് കൊടുത്തേക്കുന്നത്. കാണുന്ന റെസിസ്റ്റർ കണ്ടോ, കാണുന്ന റെസിസ്റ്റർ വഴി ഇവിടോട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, കളക്ടറിൽ നിന്നാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ IFTയുടെ മറുവശം നമ്മൾ വെച്ച് സോൾഡർ ചെയ്യേണ്ടത്. നമുക്കതിൻ്റെ സോൾഡർ ചെയ്യാം, കണ്ടോ. പിന്നെ കണ്ടോ, നോക്കിക്കാൻ മതി, കണ്ടോ, ഇത് കളക്ടറിലോട്ടും. ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തൊരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വരച്ച സർക്യൂട്ടിനകത്ത് റെസിസ്റ്റർ ഇല്ല, അതിന് പകരം ഇവർ ഇതിനകത്തൊരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കണക്ഷനും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ നടുക്കത്ത് പിന്നെ ഒരു കപ്പാസിറ്റർ വഴി ഇതിൻ്റെ എമീറ്ററിലോട്ട് പോകും. ഇതിൻ്റെ വന്നിട്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത്, ഈ കാണുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ എമീറ്ററിലോട്ട് കൊടുത്തില്ല. ഇത് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് ഈ എമീറ്ററിൽ നിന്ന് ഒരു റെസിസ്റ്റർ 1K ആയിട്ടുണ്ടാകും. ആ റെസിസ്റ്ററും
ട്രാൻസിസ്റ്ററോടെ എമിറ്ററിനോട് ജോയിൻ്റ് ആകുന്ന വശത്താണ് നമ്മൾ ഈ കൊടുക്കേണ്ടത്. അതായത് മിക്സിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് എമിറ്ററിലോട്ട് കൊടുത്താണ് അത് മിക്സ് ചെയ്യുന്നത്. ഇത് ഓസിലേറ്റർ ട്രാൻസ്ഫോമറാണല്ലോ. ഇതിൻ്റെ ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് ഇതിലോട്ട് കൊടുക്കുക. ഓക്കെ പിന്നെ അതിന് ശേഷം നമുക്ക് ഉണ്ട് അവിടെ സോൾഡർ ചെയ്യാം. ഇപ്പോൾ സോൾഡറിങ് ആയിട്ടുണ്ട്. ഈ 2 പിന്ന് ബാക്കി ബാലൻസ് ഇത് ഈ 2 പിന്നുണ്ട്. അത് നമ്മൾ ഗ്യാങ് കണ്ടൻസറിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് ECC കപ്പാസിറ്റർ ഗ്യാങ് കപ്പാസിറ്ററാണ് ഇപ്പോൾ പുതിയതായിട്ടൊക്കെ ഇറങ്ങുന്ന ഈ മോഡലാണ്. അതിനകത്ത് ട്രിമ്മറിൻ്റെ കണക്ഷൻ വേറെ ആയിരിക്കും. അത് സെപ്പറേറ്റ് AM സൈഡിൽ. FM സൈഡിൽ കാണത്തില്ല. FM സൈഡ് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ നെഗറ്റീവ് കണക്ഷൻ ചെയ്യേണ്ട ഇവിടുന്നും വരും. ഈ എന്താ പറയുക ട്രിമ്മറിൻ്റെ പ്രത്യേകം വരും. അതാണ് FM സൈഡ്. അപ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഈ 2 കണക്ഷനാണ്. ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓസിലേറ്റർ സെക്ഷനിലെ ഇതാണ് ഓസിലേറ്റർ. അതിൻ്റെ വയറിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആൻറ്റിന ഇതാണ് ആൻറ്റിന കോയിൽ. അപ്പോൾ അതിൻ്റെ കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഈ 2 കോയിൽ കണ്ടോ അത് 2 നേരെ ഈ ഗ്യാങ്ങിലോട്ടാണ് പോകേണ്ടത്. ഇത് നെഗറ്റീവ് വശം. അത് നമ്മൾ ഇവിടോട്ട് കൊടുക്കണം. മറു സൈഡ് അതിൻ്റെ ഇപ്പുറ സൈഡിലോട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സോൾഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു തലയുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെ ഇതും നെഗറ്റീവിലോട്ടാണല്ലോ. അതുകൊണ്ട് ഞാനത് തമ്മിൽ 2 പിരിച്ച് കാണാൻ പറ്റുമോ ഇല്ല. ഇതുണ്ട ഈ നെഗറ്റീവിലോട്ട് 2 പേരുടെ കൂട്ടി പിരിച്ചാണ് അത് കൊടുത്തേക്കുന്നത്. കണ്ടോ. പിന്നെ ഇനി ഈ കാണിച്ചേക്കുന്നത് ഈ ഫ്രീ ആയിട്ടുള്ള വയർ അത് നമ്മൾ ഇതിൻ്റെ ബേസിലോട്ട് കൊടുക്കണം. ഓക്കെ നമുക്ക് ഇവിടുന്ന് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്നുള്ള കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കപ്പാസിറ്റർ, അതായത് ബേസിൽ നിന്ന് ഒരു റെസിസ്റ്റർ വഴി നേരെ പോസിറ്റീവിലോട്ടും പോയിട്ടുണ്ട്. അതുപോലെ കപ്പാസിറ്റർ ഇട്ടിട്ട് ഒരു ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അത് തന്നെ അത് ഇവിടെ ആയിട്ടാണ് കണ്ടോ കപ്പാസിറ്റർ ഇട്ട് ഫ്രീ ആയിട്ട്, അതായത് എൻ്റെ ബേസിൽ നിന്നാണ് അവിടെ നിന്ന് ഒരു റെസിസ്റ്ററും ഈ റെഡ് കളറിൽ അത് പോസിറ്റീവിലോട്ട് പോയിരിക്കുന്നു. നമുക്ക് അവിടെ കണക്ട് ചെയ്തിട്ട് ഈ ആൻറ്റിനയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യണം. ഓക്കെ അപ്പോൾ ആൻറ്റിനയുടെ ഈ കാണുന്ന പിന്നിലോട്ട്, അതായത് ഇവിടോട്ട് നമ്മൾ സോൾഡർ ചെയ്യുകയാണ്. ഓക്കെ നമ്മുടെ കണക്ഷൻ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്ത് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ റേഡിയോ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ചെറിയ അരപ്പ് ഇവിടുത്തെ ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കൽ പ്രശ്നമാണ്. എങ്കിലും ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഞാൻ കൊടുത്തേക്കുന്നത്. ഓസിലേറ്റർ കോയിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നമ്മൾ ഭംഗിയായിട്ട് തന്നെ ഇത് ഉറപ്പിച്ച് വയ്ക്കണം. നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റെയർ ഫ്ലെക്സ് കപ്പാസിറ്ററും അതുപോലെ തന്നെ BF 194 ട്രാൻസിസ്റ്ററും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താത്തത് വേറൊന്നും കൊണ്ടല്ല, അത് വലിയ ദീർഘമായതുകൊണ്ടാണ്. അപ്പോൾ അത് മറ്റൊരിക്കൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ടെസ്റ്റ് ചെയ്യുന്നത്, കമ്പോണൻറ്റുകൾ ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ കമ്പോണൻറ്റുകൾ കിട്ടാൻ പാടാണ്. പിന്നെ ഞാനിതിപ്പം വേറെ 2-3 റേഡിയോയുടെ സാധനങ്ങളാണിത്. പല സ്പെയർ ഇവിടെ ഇരുന്നതിനകത്ത് നിന്ന് എടുത്താണ്. ഈ ഓസിലേറ്റർ കോയിലും ഇതിൻ്റെ അല്ല, ഇതിൻ്റെ ഓസിലേറ്റർ കോയിൽ ഉണ്ടായിരുന്ന കംപ്ലൈൻ്റ് ആയിരുന്നു ഒരു. പിന്നെ ഈ ഗ്യാങ്ങും മനസ്സിലായല്ലോ, ഇത് വേറെയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത റേഡിയോ ഓക്കെ ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇച്ചിരി പാടുപെട്ടു എങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇത് എളുപ്പം ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എമിറ്റർ, ബേസ്, കളക്ടർ, ഈ ട്രാൻസിസ്റ്റർ ഇവിടെ എല്ലാം നമ്മൾ സപ്ലൈ ചെക്ക് ചെയ്യണം.
ഇവിടെ നമ്മൾ കണ്ടോ, ഇവിടുന്ന് റെസിസ്റ്റർ ഇട്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കളക്ടർ ഒരു സപ്ലൈ ഉണ്ടായിരിക്കും. ഈ സപ്ലൈ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കണം. സപ്ലൈ വന്നില്ലെങ്കിൽ ഇവിടെ നോക്കുക, നേരെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോസിറ്റീവ് സപ്ലൈ നോക്കണം. അപ്പോൾ ഇവിടെ സപ്ലൈ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും റെസിസ്റ്റർ പോയതാണ്. പക്ഷേ നമ്മൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇവിടെ സപ്ലൈ ഉണ്ട്, പക്ഷേ ഇപ്പുറത്തില്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമർ പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ട്രാൻസിസ്റ്റർ റേഡിയോ വർക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ വർക്കായാൽ വേറൊരു കാര്യം, ഈ ഓസിലേറ്റർ കോയിൽ കറക്റ്റ് അല്ലെങ്കിൽ വർക്കാകത്തില്ല. ഇതിൻ്റെ എല്ലാം ഫസ്റ്റിൽ നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്തോണം, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. വോൾട്ടേജ് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, അതല്ല അതിന് ബുദ്ധിമുട്ടുള്ളവർ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതേണ്ട ഈ IFTയും ഈ ഓസിലേറ്റർ കോയിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് മുട്ടരുത്. നെഗറ്റീവായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ ഈ കോയിൽ കത്തിപ്പോവും. അതുപോലെ തന്നെ ഈ ഓസിലേറ്റർ കോയിലിൻ്റെ ഇവിടെ നെഗറ്റീവായിട്ട് മുട്ടിയാൽ അപ്പോഴേ ഇത് കത്തിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.